അങ്ങനെ മങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ബോധപൂർവം ഈ ഒരു സാധനം അടിച്ചുകൊണ്ട് പോകാനായിട്ട് അവർ മങ്ങിപ്പിച്ചതാണ്. സ്വർണം അതിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഇത് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അതായത് ആ ശില്പം മൊത്തത്തിൽ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു ആ ശില്പത്തിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ട് ആ മോൾഡിൽ അവർ പൊതിഞ്ഞതാണ് വല്ല പ്ലേറ്റ് ചെയ്താണ് തിരിച്ചു കൊണ്ട് വെച്ചിരിക്കുന്നത്. ഒറിജിനൽ ഇവിടെ വിജയമല്യ അദ്ദേഹം പൂശിയ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ഫ്രണ്ടിലെ ധാരപാലകരായിട്ടുള്ള കടുത്തസ്വാമിയുടെയും കറുത്തസ്വാമിയുടെയും ദേഹത്ത് ആവരണമായിട്ടിരുന്ന 20 കൊല്ലത്തെ പവിത്രതയുള്ള ഈ രൂപങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. വന്ന സാധനം ഇവിടുന്ന് ഇളക്കിയ സാധനമല്ല വന്നത്, അത് 100% ഉറപ്പാണ്. അത് എൻ്റെ ഇത്രയും നാളത്തെ അല്ലെങ്കിൽ നമ്മുടെ തലമുറകളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. ചെങ്ങന്നൂർ സ്വദേശി ശില്പി മഹേഷ് പണിക്കരാണ് നമ്മോടൊപ്പമുള്ളത്. ശബരിമല ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം മഹേഷ് പണിക്കരുടെ മുത്തശ്ശന്മാരായിട്ടുള്ള അയ്യപ്പ പണിക്കർ, നീലകണ്ഠ പണിക്കർ ഇവരാണ് നിർമ്മിച്ചത്. ഇപ്പോൾ ശബരിമല സംബന്ധിച്ച് വളരെയധികം വിവാദങ്ങളുണ്ട്. ഒന്ന്, ഏവരും അന്വേഷിക്കുന്നൊരു കാര്യം, 99-ൽ വിജയമല്യ എന്ന വ്യവസായി അവിടെ സ്വർണം സമർപ്പിക്കുന്നു. അത് ഈ ശ്രീകോവിലിൻ്റെ മുകൾ വശം, ഒപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങൾ, ഇതെല്ലാം സ്വർണം പൊതിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങയുടെ ഒരു ഇത്രയും നാളത്തെ ഒരു അനുഭവത്തിൽ അത് പൊതിയുകയാണോ അതോ പൂശുകയായിരുന്നു ചെയ്തത്? പൊതിയുകയാണ്. അത് ഗോൾഡ് ഫോയിലിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. സ്വർണത്തിനെ നമ്മൾ 300 മില്ലിഗ്രാം സ്വർണം ഒരു 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ഷീറ്റായിട്ട് 20 മൈക്രോൺ കനത്തിലേക്ക് ആക്കുന്നു. ഇങ്ങനത്തെ 9 ഷീറ്റ് വെക്കുമ്പോഴത്തേക്ക് 1 സ്ക്വയർ ഫീറ്റ് കവറാകും. അപ്പോൾ ഏകദേശം ഒരു 3 ഗ്രാമിൽ താഴെയാണ് അതിനകത്ത് വരുന്നത്. ഈ 3 ഗ്രാമിൻ്റെ ഒരു 5 ലെയർ, ഒരു 15 ഗ്രാം വരെ ഒരു സ്ക്വയർ ഫീറ്റിൽ കയറത്തക്ക രീതിയിലാണ് അവിടെ അത് ചെയ്തിരിക്കുന്നത്. ഏകദേശം 30 കിലോളം ഉപയോഗിച്ചിട്ടുണ്ട്. 3 ടൺ കോപ്പറിലാണ് ഈ 30 കിലോ ഉപയോഗിച്ചിരിക്കുന്നത്. 99-ൽ അങ്ങനെ ഒരു നിർമ്മാണം അവിടെ നടക്കുന്നു. 2019 ആകുമ്പോഴേക്കും ഈ ദ്വാരപാലക ശില്പങ്ങളുടെ ആ പാളി, അതിൽ പൂശിയ സ്വർണം അല്ലെങ്കിൽ ഈ പൊതിഞ്ഞ സ്വർണ്ണമാണെങ്കിൽ അത് മങ്ങാനുള്ളൊരു സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല. കാര്യം മങ്ങണമെങ്കിൽ അത് ആദ്യം മങ്ങേണ്ടത് ആ റൂഫിലുള്ളതാണ്. കാര്യം വെയിലും മഴയും ഈ കാലത്തെ എല്ലാ കാലാവസ്ഥയെ അതിജീവിക്കുന്ന അതാണ്. അതിപ്പോഴും നിൽക്കുന്നുണ്ട്. 27-28 കൊല്ലമായിട്ട് അതിപ്പോഴും നിൽക്കുന്നത്. അവിടെ ഒന്നും മങ്ങലില്ല. ബാക്കി ഒരു ഭാഗത്ത് ഈ മങ്ങൽ കാണുന്നില്ല. ഈ ശില്പത്തിൽ, ധാരപാല ശില്പത്തിൽ മാത്രമാണ് ഇവർ മങ്ങിയതെന്ന് പറയുന്നത്. അങ്ങനെ മങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ബോധപൂർവം ഈ ഒരു സാധനം അടിച്ചുകൊണ്ട് പോകാനായിട്ട് അവർ മങ്ങിപ്പിച്ചതാണ്. പ്രത്യേകതരം കെമിക്കലുകൾ, അത് നാരങ്ങ നീരോ അല്ലെങ്കിൽ പുളിയോ അല്ലെങ്കിൽ മെർക്കുറിയോ അങ്ങനത്തെ പലതരം സാധനങ്ങളുണ്ട്. അത് അതിൻ്റെ പുരട്ടിക്കഴിഞ്ഞാൽ അത് മങ്ങും. അതായത് ശ്രീകോവിലിന്റെ മുകൾ ഭാഗത്ത് ഈ സ്വർണം പൊതിഞ്ഞിരിക്കുന്നു. അതേ നിർമ്മാണ രീതി തന്നെയല്ലേ ദ്വാരപാല ശില്പങ്ങളുടെ പാളികളിലും ചെയ്തിരിക്കുന്നത്? അതെ, അത് ഒരേ സമയത്ത് ഒരേപോലെ ചെയ്ത വർക്കുകളാണ്. അപ്പം ആ പണികളിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ എല്ലാം ഒരുപോലെ മങ്ങണം. അത് മാത്രമായിട്ട് മങ്ങാൻ പാടില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇവിടെ ഇത് മാത്രമാണ് മങ്ങിയിരിക്കുന്നത്. 2019-ൽ ഈ നിറം മങ്ങുന്നു എന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. പിന്നീട് തന്ത്രിയുടെ അനുമതിയോടുകൂടി അത് പോളിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുള്ളൊരു മാർഗം എന്നുള്ളത് സ്വർണം പൂശുക എന്നുള്ളതാണ്. ഇവിടെയുള്ള ചോദ്യം വരുന്നത്, ഒന്ന്, ഈ ദ്വാരപാല ശില്പങ്ങളുടെ പാളികളിൽ സ്വർണം പൊതിഞ്ഞിരിക്കുകയായിരുന്നു. ആ സ്വർണം പൊതിഞ്ഞ ആ നിർമ്മാണ രീതിയിൽ വീണ്ടും അവിടെ സ്വർണം പൂശ